അശോക് ഗെഹ്ലോട്ട് സംസാരിക്കുകയായിരുന്നു ബീഹാറിലെ സാഹചര്യങ്ങളെ കുറിച്ച്. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അശോക് ഗെഹ്ലോട്ട് ഇലക്ഷൻ കമ്മീഷനെ പഴിക്കുകയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിലെ ഇപ്പോൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെ പഴിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നത്. ഗെഹ്ലോട്ടും അതേ വഴിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. SIR ആണ് ബീഹാറിൽ പ്രതിപക്ഷത്തെ തളർത്തിയത് എന്ന ഒരു നിഗമനത്തിലേക്ക് പാർട്ടികൾ എത്തുന്ന സാഹചര്യമാണുള്ളത്. ഏതാണ്ട് 45 ലക്ഷം ജനങ്ങളെ പുറത്തു നിർത്തിയത് അത് തങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ആളുകളായിരുന്നു. അവരെ പുറത്തു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റെന്തെങ്കിലും ഫലം പ്രതീക്ഷിക്കണമോ എന്നതാണ് മാണിക്യം ടാഗോർ ഈ വോട്ടെണ്ണൽ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം പ്രതികരിച്ചത്. അതേപോലെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ SIR-നെ പഴിക്കുന്നു, ഒപ്പം ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി ഒത്തുകളിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ വരുന്ന ലീഡ് നില അനുസരിച്ച് NDA 190 സീറ്റുകളിൽ ബീഹാറിൽ മുന്നിട്ട് നിൽക്കുന്നു. BJP 85 സീറ്റിലും JDU 76 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ലീഡ് 8ലേക്ക് ചുരുങ്ങുന്നു. മഹാഗഡ്ബന്ധൻ ഇപ്പോൾ 49 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന അതിദയനീയമായ കാഴ്ചയാണ് ബീഹാറിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ഒരിക്കൽ കൂടി NDA സഖ്യം അധികാരത്തിലേക്ക് എന്നതാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നു. ബീഹാറിൽ ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു. തുടർച്ചയായി വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു. നിതീഷ് കുമാറിന്റെ JDU ആണ് ഞങ്ങൾ കരുത്തരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അതേസമയം ബീഹാറിൽ കൂടുതൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് JDU-വിനോടൊപ്പം നിന്നാൽ നേട്ടമുണ്ടാക്കാം എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്ന സാഹചര്യം. JDU-വിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് വിലപേശലിനുള്ള സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള നേട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP ആ സീറ്റ് നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 85 സീറ്റ് എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ അവിടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സാഹചര്യം. JDU തന്നെയായിരിക്കും ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളത്. ഇപ്പോൾ 85ലേക്ക് BJP എത്തുന്നു എന്ന സാഹചര്യമാണ് അഭിലാഷ്. അതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ കവച്ചു വെക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് JDU ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളതായിരുന്നു പൊതുവെ ഒരു എക്സിറ്റ് പോൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ എക്സിറ്റ് പോളുകളിലും പ്രവചിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. BJP ഇപ്പോൾ ഒന്നാമതെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ RJDയെ സംബന്ധിച്ചിടത്തോളം കേവലം 15% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 15%. അവിടെ നിന്നായിരുന്നു നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ചാണക്യൻ അവിടെ അധികാരത്തിലേറിയത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന RJDക്ക് അധികാരത്തിന് പുറത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇപ്പോഴിതാ RJD തകർന്നടിഞ്ഞിരിക്കുന്നു. ഇനിയും ആ പ്രതിപക്ഷ കസേരയ്ക്ക് അപ്പുറത്തൊന്നും മോഹിക്കേണ്ടതില്ല തേജസ്വി യാദവ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ പ്രതിപക്ഷ കസേരയിൽ ഇരിക്കാൻ തേജസ്വി യാദവ് പോലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. കാരണം തേജസ്വി യാദവ് ഇപ്പോൾ രാഘവ്പൂരിൽ പിന്നിലാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നതാണ്. NDAയിലെ സീറ്റ് നില നോക്കിയാൽ 190ലേക്ക് NDA എത്തുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP എത്തുന്നു. ഏതാണ്ട് 85 സീറ്റിൽ BJP എത്തുമ്പോൾ ഏറ്റവും നിർണായകമായി നമ്മൾ കാണേണ്ടത് LJPയുടെ മുൻതൂക്കമാണ്. 21 സീറ്റിലേക്ക് LJP എത്തുന്ന ഒരു സാഹചര്യം നിതീഷിനെ സംബന്ധിച്ച് അപകടകരമാണ്. BJP അവിടെ ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ്. നിതീഷിനെ മാറ്റി നിർത്തി മറ്റൊരു പാർട്ടിയുടെ സഹായത്തോടു കൂടി അവിടെ ഭരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ബീഹാറിലെ BJP തന്ത്രം എന്ന് പറയുന്നത്. ആ തന്ത്രം വിജയിക്കുന്നു എന്നതിന്റെ സൂചനയായി കൂടി നമ്മൾ ഈ ലീഡ് നില കാണണം. 25ലേക്ക് LJP എത്തുകയാണ് എങ്കിൽ BJPയും LJPയും മറ്റു ചിലരും ചേർന്ന് അത് മാത്രമല്ല ചിരാഗ് പാസ്വാൻ ഒരു മോദി ഫാനാണ് എന്ന് വളരെ കൃത്യമായി പറയാം. ഏത് ഘട്ടത്തിലും മോദിയെ സ്തുതിക്കുക പുകഴ്ത്തുക എന്നത് മാത്രമാണ് ചിരാഗ് പാസ്വാന്റെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. കിരൺ, ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നിതീഷ് ഇരട്ടിയോളം സീറ്റ് മേടിച്ച് കഴിവ് തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഒരു പക്ഷേ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്താവുന്ന ഒരു സാഹചര്യമോ അവിടെ സൃഷ്ടിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് വിലപേശൽ എന്നത് നിതീഷിനെ സംബന്ധിച്ച് സാധ്യമാകാതെ വരും. രേണുക, ഇപ്പോഴത്തെ കണക്ക് വെച്ച് നിതീഷിൻ്റെ ആ വാല്യൂ അത് അവിടെ തന്നെ നിൽപ്പുണ്ട്. വല്ലാതെ 243-ൽ
മഹാഗഡ്ബന്ധൻ 40-ലും ഒക്കെ താഴെ പോയി ഒരു 30-ലും ഒക്കെ താഴെ പോകണം. അങ്ങനെ ഒരു അവസ്ഥ വരികയും 123 എന്നതാണ് അവിടുത്തെ മിനിമം കണക്ക് എന്നത് ആലോചിക്കണം. ഈ 122 122ലേക്ക് എത്തണമെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോഴത്തെ കണക്കിനനുസരിച്ച് 89, അതിന് ബി ജെ പി 101 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇനി 2-3 സീറ്റ് കൂടി അധികം കിട്ടുന്നു എന്ന് തന്നെ കരുതുക. ഇനി അതല്ല, എൽ ജെ പിയുടെ സീറ്റുകളും ഒരു 20-25 വരെ എൽ ജെ പിയും അങ്ങനെ വലിയ വിജയം നേടുന്നു എന്നൊക്കെ കരുതാം. എങ്ങനെയൊക്കെ ആയാലും മറ്റു പാർട്ടികളും എച്ച്എമ്മും ഒക്കെ ചേർന്നാലും ഇവർക്ക് 122-ൽ എത്തിക്കുക എന്ന് പറയുന്നത് 1-2 സീറ്റുകൾക്കെങ്കിലും ഇപ്പോഴത്തെ നില അനുസരിച്ച് പോലും പിന്നിലായിരിക്കും. അല്ലെങ്കിൽ അത്യസാധാരണമായ രീതിയിലേക്ക് ഇവർ തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അത് വളരെ കൃത്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് 103 കൂടുതൽ സീറ്റുകളിലേക്ക് ബി ജെ പി മത്സരിക്കുന്നത് അനുവദിക്കാതെ നിതീഷ് കുമാർ സ്റ്റാൻഡ് എടുക്കുന്നത്. നിതീഷ് കുമാർ ഇല്ല എങ്കിൽ, നിതീഷ് കുമാർ മാറിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നാൽ അവിടെ ഭൂരിപക്ഷം വരണം. അതുതന്നെയാണ് നിതീഷിൻ്റെ വളരെ കൃത്യമായ അജണ്ട. നിതീഷ് എല്ലാ കാലത്തും നടപ്പാക്കിയതും അതുതന്നെയാണ്. കഴിഞ്ഞ തവണ നിതീഷിനെ അതിസമർത്ഥമായി ബി ജെ പി വെട്ടി അവിടെ എൽ ജെ പിയെ നിർത്തിക്കൊണ്ട് നിതീഷിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ കട്ടിങ് വരുത്തി. അതോടുകൂടി 43ലേക്ക് നിതീഷിന് താഴെ വീഴേണ്ടി വന്നു. നമ്മൾ അപ്പോഴും ആലോചിക്കണം, 43 സീറ്റ് മാത്രമുണ്ടായിരുന്ന നിതീഷ് കുമാറിന് 2 മുന്നണിക്കൊപ്പം നിന്ന് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ 5 വർഷവും തുടർച്ചയായി നിലനിർത്താൻ കഴിഞ്ഞു. നിതീഷിന് പ്രായത്തിൻ്റെതായ മറ്റെന്തെങ്കിലും തന്ത്രജ്ഞതയിൽ കുറവ് വന്നില്ല എങ്കിൽ നിതീഷിനെ ഈ സീറ്റ് വെച്ചുകൊണ്ട് തന്നെ അടുത്ത 5 വർഷവും തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനതിന് യാതൊരുവിധ പ്രയാസവുമില്ല. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയം അതാണ് വ്യക്തമാക്കുന്നത്. ഈ കണക്കിനപ്പുറത്തേക്ക് കണക്ക് കയറി വരികയും ബി ജെ പിയുടെ സീറ്റ് ഒരു 90-95ലേക്ക് ഉയരുകയും എൽ ജെ പിയുടെ സീറ്റ് 20-25 അവർക്ക് ആകെ മത്സരിച്ച സീറ്റുകളിലൊക്കെ ജയിച്ച് 25 സീറ്റിലേക്കൊക്കെ വരികയും എച്ച് സീറ്റ് വീണ്ടും ഒരു 7-8ലേക്കൊക്കെ ഉയരുകയും അങ്ങനെയൊക്കെ ചെയ്താലും ഈ പറയുന്നത് പോലെ ഇവർക്ക് എത്താൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും 101 സീറ്റുകളിൽ മത്സരിച്ച ജെ ഡി യുവിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സീറ്റുകൾ മാത്രം 101 സീറ്റ് 243-ൽ നിന്ന് 101 സീറ്റ് പറഞ്ഞാൽ 142 സീറ്റുകൾ, 142 സീറ്റിൽ 122 സീറ്റ് ജയിക്കണം. 20 സീറ്റിൽ മാത്രം പരാജയം സംഭവിച്ച് ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളും ജയിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുപക്ഷത്ത് നിന്ന് ഒരു സർക്കാർ രൂപീകരിക്കാനാവില്ല എങ്കിൽ പോലും കിരൺ, വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഒരു ബാർഗൈനിങ് ആകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അവിടെ ചില കോംപ്രമൈസുകൾക്ക് നിതീഷിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ സൃഷ്ടിച്ചൂടെ? രേണുക, നമുക്ക് സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാവോ ആണെങ്കിൽ അങ്ങനെയൊക്കെ തോന്നാം. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം പല പാർട്ടികളും എന്താണ്, പല പാർട്ടികൾക്ക് മുന്നണി മാറുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. അവർക്ക് മുന്നണി മാറിയാൽ അവരുടെ വോട്ട് ബേസ് താഴ്ന്നു പോകും, അവരുടെ വിശ്വാസ്യത നഷ്ടമാവും. അല്ലാതെ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല പലരും മുന്നണികൾ മാറാത്തത്. അവരുടെ അടിസ്ഥാനപരമായ വോട്ട് ബേസ് നഷ്ടമാവും എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായ നഷ്ടമാവും എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. നിതീഷിനെ സംബന്ധിച്ച് മുന്നണി മാറുന്നത് ബീഹാറിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമേ അല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് തെളിയിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ NDA സർക്കാർ നിലനിൽക്കണമെങ്കിൽ നിതീഷ് കുമാറിൻ്റെ 12 സീറ്റുകൾ അവിടെ ഏറ്റവും പ്രധാനമാണ്. നിതീഷ് കുമാർ 12 സീറ്റുമായി പിൻവലിച്ചാൽ അത് നിതീഷ് മാത്രമാവില്ല, ഒപ്പം നിൽക്കാൻ മറ്റ് ചില പാർട്ടികളെയൊക്കെ കണ്ട് BJPയെ കൃത്യമായി സമ്മർദ്ദത്തിലാക്കി ഇന്ത്യയിൽ BJPക്കൊപ്പം നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു സംസ്ഥാനം നോക്കിയാൽ ആ പാർട്ടികളെ എല്ലാം തന്നെ കാലക്രമേണ BJP വിഴുങ്ങിയതായും ആ പാർട്ടികളുടെ ശേഷി വല്ലാതെ ദുർബലമായതും കാണാം. മഹാരാഷ്ട്രയിലൊക്കെ BJP ശിവസേനയ്ക്ക് പിന്നിൽ രണ്ടാമത്തെ പാർട്ടിയായി നിന്നതാണ്. ഒടുവിൽ വന്നപ്പോൾ ശിവസേന തന്നെ പിളർത്തി ശിവസേന ഒരു വിഭാഗത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവസാനം അവിടെ ശിവസേന തന്നെ ഏകദേശം പല കഷ്ണങ്ങളാക്കി മാറ്റി അവരെ ഇല്ലാതെയാക്കുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. മിക്ക സംസ്ഥാനങ്ങളിലും BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അലൈ അകാലിദൾ ഒരു കാലത്ത് BJPയുടെ ഏറ്റവും വലിയ നാച്ചുറൽ അലൈ എന്നൊക്കെ പറയുന്ന അകാലിദളും ശിവസേനയുമായിരുന്നു. മഹാരാഷ്ട്രയിലെ ശിവസേനയും പഞ്ചാബിലെ അകാലിദളുമായിരുന്നു. അകാലിദളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അകാലിദളിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി. പക്ഷേ പലതവണ BJPയുമായി അലയൻസ് ഉണ്ടാക്കുകയും പിണങ്ങിപ്പിരിയുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടും BJPയുടെ ഇത്തരം ഭീഷണികളെ സമർത്ഥമായി മറികടന്ന ഒരു നേതാവേ ഉള്ളൂ, അത് നിതീഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ നിതീഷിന് ഓരോ നിതീഷ് കുമാറിനെ പുറത്തിരുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമൊക്കെ ഇന്നലകളിൽ BJP നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്.